الحمد لله نحمده ونستعينه ونستغفره ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الناس أوصيكم وإياي أولا بتقوى الله رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, സർവശക്തനായ കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ജീവിതം വിജയപ്രദമാക്കി തീർക്കണമേ എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. മനുഷ്യരായ നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലുമൊക്കെ വിജയം കൈവരിക്കാൻ വേണ്ടി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് വിശുദ്ധ ഖുർആൻ അല്ലാഹു കൽപ്പിച്ച ഒരു കാര്യമാണ് വിട്ടുവീഴ്ച സ്വഭാവം എന്നത്. മനുഷ്യന്റെ ജീവിത വിജയത്തിന് അനിവാര്യമായ ഒരു സ്വഭാവ ഗുണമാണത്. എല്ലാ രംഗത്തും, ജീവിതത്തിന്റെ എല്ലാ രംഗത്തും, ഇടപഴകുന്ന രംഗങ്ങളിലൊക്കെ വിട്ടുവീഴ്ചയുള്ള സമീപനം സ്വീകരിക്കുക എന്നത്. അറബി ഭാഷയിൽ അഫൂവ് എന്നാണ് വിട്ടുവീഴ്ചക്ക് പറയുക. അഫ എന്ന് പറഞ്ഞാൽ മായ്ച്ചു കളഞ്ഞു എന്നാ വാക്കിന് അർത്ഥം. അപ്പൊ നമ്മളെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളയുക എന്നാണ്. ഒരാൾ നമ്മളോട് ചെയ്ത തെറ്റ്, നമ്മുടെ ഹൃദയത്തിൽ കുത്തുന്ന വാക്ക്, നമ്മെ വേദനിപ്പിച്ച പ്രവർത്തനം, അത് സാരില്ല എന്ന് വെച്ച് നമ്മളെ മനസ്സിൽ അങ്ങോട്ട് മായ്ച്ചു കളയുക, അത് അഫൂവ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഒരാൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം, അവരുമായിട്ട് നീ അടുക്കണം, അവരുമായിട്ട് നീ അകലാൻ പാടില്ല എന്ന് പറയുമ്പോ അവരെന്താ എന്നോട് ചെയ്തെന്ന് നിനക്ക് അറിയോ എന്ന് പറയുന്ന ആ വാക്കിന് പ്രസക്തി ഇല്ല എന്നർത്ഥം. കാരണം മറ്റൊരാള് നമ്മളോട് തെറ്റ് ചെയ്യുമ്പോ, നമ്മെ മാനസികമായി വേദനിപ്പിക്കുമ്പോ, അല്ലെങ്കിൽ നമ്മെ ശാരീരികമായി ഉപദ്രവിക്കും, നമ്മൾ തെറ്റ് ചെയ്യുമ്പോഴാണ് വിട്ടുവീഴ്ചക്ക് പ്രസക്തി ഉള്ളത്. മറ്റൊരുത്തൻ്റെ അടുത്ത് ഒരു തെറ്റും ഒരു തെറ്റും വരില്ല, ഒരു വീഴ്ചയും വരില്ലെങ്കിൽ പിന്നെ വിട്ടുവീഴ്ചക്ക് പ്രസക്തിയില്ല. വിട്ടുവീഴ്ചക്ക് പ്രസക്തി ഉണ്ടാവുന്നത് മറ്റൊരാളെടുക്കൽ തെറ്റ് സംഭവിക്കുമ്പോഴാണ്, മറ്റൊരാൾ അക്രമം കാണിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് മറ്റൊരാളെ മാനസികമായി വേദനിപ്പിച്ചത്, ശാരീരികമായി ഉപദ്രവിച്ചത്. അങ്ങനെ നമ്മോട് തെറ്റ് ചെയ്തവരോടാണ് എന്താവേണ്ടത്? അഫൂവ് മനസ്സിൽ നിന്ന് അവൻ ചെയ്ത അക്രമത്തെ, അവൻ ചെയ്ത അബദ്ധത്തെ നമ്മുടെ മനസ്സിൽ നിന്ന് അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന രൂപത്തിൽ അവനുമായിട്ട് ഇടപഴകുക. അതാ വിട്ടുവീഴ്ച എന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞത്, അവനെന്താ എന്നോട് ചെയ്തതെന്ന് പറഞ്ഞാൽ പറയാന്ന് പറഞ്ഞു, അങ്ങനെ ഒരു വാക്കിന് പ്രസക്തി ഇല്ല എന്നാ ഞാൻ പറഞ്ഞത്. അപ്പോ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ, ഇസ്ലാമിക ചരിത്രത്തിലൊക്കെ, റസൂലുള്ളാഹിന്റെ ജീവിതത്തിലൊക്കെ
ഇങ്ങോട്ട് വലിയ അക്രമം ചെയ്തവരോട് അങ്ങോട്ട് വിട്ടുവീഴ്ച കാണിക്കുക. അതാ ചരിത്രം പഠിപ്പിക്കുന്നത്, ഖുർആൻ പഠിപ്പിക്കുന്നത് അതാണ്. നമുക്കൊക്കെ എപ്പോഴും കേട്ട് പരിചയമുള്ള ഒരു ചരിത്രമാണ് റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തില് പ്രവാചകന്റെ പത്നി ആയിഷ ബീബി റളിയല്ലാഹു അൻഹയെ കുറിച്ചുള്ള ഒരു ആരോപണത്തിന്റെ ചരിത്രം. ബനുൽ മുസ്തലഖ് യുദ്ധം കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവര് ആ സൈന്യം ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ, മലമൂത്ര വിസർജനത്തിന് വേണ്ടി അവരൊരു സ്ഥലത്ത് ഇറങ്ങി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ അവരുടെ മാല നഷ്ടപ്പെട്ടത് കാരണം അത് തിരയാൻ വേണ്ടി പോയി. അപ്പൊ യാത്രയിലുള്ള സൈനികരായ അംഗങ്ങൾ, സഹാബികൾ ഒട്ടകക്കൂടാരത്തിനുള്ളിൽ ആയിഷ ബീബി ഉണ്ടാകുമെന്ന് കരുതിക്കൊണ്ട് അവർ ഒട്ടകത്തിന് പുറത്തെടുത്ത് വെച്ച് യാത്ര തുടർന്നു. തിരിച്ചു വന്നു നോക്കുമ്പോ കൂടെയുള്ള ആളുകളൊക്കെ യാത്ര പോയിട്ടുണ്ട്. ആയിഷ ബീബി മാത്രം ഒരു സ്ഥലത്ത് ഒറ്റപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സൈന്യത്തിൽ നിന്ന് വല്ലതും നഷ്ടപ്പെട്ടിട്ടുണ്ടോ, വല്ലതും വീണ് പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർ, ആരെങ്കിലും പിന്നിലായി പോയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരു പിന്നണി സൈന്യം ഉണ്ടാവും. ആ പിന്നണി സൈന്യത്തിൽപ്പെട്ട ഒരാൾ മാത്രം, മിസ്തഹ റളിയല്ലാഹു അൻഹു മാത്രം ആയിഷ ബീബി ഒരു മരത്തണലിൽ അങ്ങനെ ഇരിക്കുന്നത് കാണുകയാണ്. അങ്ങനെ മിസ്തഹ റളിയല്ലാഹു അൻഹു സഫ്വാൻ റളിയല്ലാഹു അൻഹു മാത്രമാണ് ആ ഒട്ടകക്കൂടാരത്തിൽ അന്വേഷിച്ചു വരുന്നത്. അപ്പൊ സഫ്വാൻ റളിയല്ലാഹു അൻഹു ആയിഷ ബീബിയെ ഒട്ടകക്കൂടാരത്തിൽ കയറ്റി സഫ്വാനും ആയിഷയും റളിയല്ലാഹു അൻഹുമ മദീനയിൽ എത്തുമ്പോഴേക്ക് അവർ രണ്ടുപേരെയും കെട്ടിക്കൊണ്ട് ഒരു കിംവദന്തികൾ പ്രചരിച്ചിട്ടുണ്ട് മദീന മുഴുവൻ. അപ്പൊ ഇത് പ്രചരിപ്പിക്കാൻ മുന്നിൽ നിന്നത് ഇസ്ലാമിന്റെ എതിരാളികളായ കപടവിശ്വാസികൾ ആളുകളാണ്. പക്ഷെ അത് സത്യമാണെന്ന് കരുതിക്കൊണ്ട് അബൂബക്കർ, ആയിഷ ബീവിയുടെ പിതാവ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെലവിന് കൊടുത്തിരുന്ന, അദ്ദേഹത്തിന്റെ സംരക്ഷണത്തിൽ കഴിഞ്ഞിരുന്ന മിസ്തഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ അത് പ്രചരിപ്പിക്കുന്നവരുടെ കൂട്ടത്തിൽ പെട്ടുപോയിരുന്നു. അപ്പൊ സ്വന്തം മകളെ കുറിച്ച് അവനവന്റെ ചെലവിൽ കഴിയുന്ന ഒരാളാണ് എന്താവുന്നത്, ആരോപണം പറഞ്ഞ് പരത്തുന്നത്, അതിൽ കൂടി പോകുന്നത്, പങ്കുചേർന്ന് പോകുന്നത്. അവ തീർച്ചയായും വലിയ അക്രമമാണ്. ഈ മനുഷ്യൻ മിസ്തഹ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു സാമ്പത്തികമായ സഹായം ചെയ്തു കൊടുക്കുന്ന ആളാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ മകളെ കുറിച്ചാണ് ആരോപണം പറയുന്നത്. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു പറഞ്ഞു, ഇനി മുതൽ അവന് മിസ്തഹിന് ഞാനൊന്നും കൊടുക്കില്ല, മിസ്തഹിന് ഇനി മുതൽ ഞാനൊന്നും കൊടുക്കുകയില്ല എന്ന് ശപഥം ചെയ്തു. ആ സമയത്താണ് അള്ളാഹുവിന്റെ വഹി വരുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്, വലാ യഅ്തലി ഉലുൽ ഫദ്ലി മിൻകും വസ്സഅതി അൻ യുഅ്തു ഉലുൽ ഖുർബാ വൽ മസാകീന വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്. ബലായത്തിൽ നിങ്ങൾ സത്യം ചെയ്യരുത്. ഉലുൽ ഫദ്ലി മിൻകും വസ്സഅ, നിങ്ങളുടെ കൂട്ടത്തിൽ ഐശ്വര്യമുള്ള ആളുകൾ, മഹത്വമുള്ള ആളുകൾ സത്യം ചെയ്യരുത്. അൻ യുഅ്തു ഉലുൽ ഖുർബാ, ഇവിടെ മഹത്വമുള്ള ആള്, ഐശ്വര്യമുള്ള ആള് എന്നൊക്കെ പറഞ്ഞത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചാണ്. ഖുർആനിലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാക്കുകളാണ്. എന്നിട്ട് അൻ യുഅ്തു ഉലുൽ ഖുർബാ, അടുത്ത കുടുംബ ബന്ധമുള്ള ആളുകൾക്ക് കൊടുക്കരുത് എന്ന് സത്യം ചെയ്യരുത്. വൽ മസാക്കിൻ, സാധുക്കളായിട്ടുള്ള ആളുകൾ, വൽ മുഹാജിരീന ഫീ സബീലില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുകയില്ല എന്ന് സത്യം ചെയ്യരുത്, ശപഥം ചെയ്ത് പറയരുത്. എന്നിട്ട് അള്ളാഹ് പറയുന്ന ഒരു വാക്കാണ് വൽയഅഫൂ, അവർ വിട്ടുവീഴ്ച കാണിക്കട്ടെ, വൽയസ്ഫഹൂ, അവർ വിശാലത കാണിക്കട്ടെ. ഇവിടെ വലിയ അഫു എന്ന് പറഞ്ഞാൽ വിട്ടുവീഴ്ച ചെയ്യട്ടെ എന്നാ, മനസ്സിനത് വായിച്ചാളയട്ടെ. പിന്നെയും പറഞ്ഞു വൽയസ്ഫഹൂ, അവർ വിശാലത കാണിക്കട്ടെ. എന്തിനാ അങ്ങനെ ഒരു വാക്ക് അള്ളാഹ് പറഞ്ഞതാ? വിട്ടുവീഴ്ച ചെയ്യട്ടെ, മനസ്സിന് അത് വായിച്ചു കളയട്ടെ എന്ന് പറഞ്ഞ വാക്ക് തന്നെ അധികം. പിന്നെ ഒരു വാക്കും കൂടി അള്ളാഹ് പറഞ്ഞു വൽയസ്ഫഹൂ, അവർ സഫഹത്ത് കാണിക്കട്ടെ, വിശാലത കാണിക്കട്ടെ. എന്തിനാണ് അത് പറഞ്ഞത്? ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത് എന്താ അറിയോ? വിട്ടുവീഴ്ച ചെയ്യാറ് അത് പോട്ടെ നിൽക്കാം, മനസ്സിന് അത് ഇല്ലാതെ വായിച്ചു കളയാം. പിന്നെന്തിനാ വസ്ഫഹൂൻ കൂടി പറഞ്ഞത്, വൽയസ്ഫഹൂൻ കൂടി പറഞ്ഞത് എന്ന് വെച്ചാല് അത് പൊതുവെ ആളുകൾക്കുള്ളൊരു സ്വഭാവമാണ്. കുറെ കാലം കഴിയുമ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ, നീ അന്ന് അങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, നീ അന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നോ എന്ന് പറഞ്ഞ് പിന്നെ അതിന്റെ പേരിൽ കുട്ടുക. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അവർ സ്വാഭാവികമായിട്ട് അത് മറന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ അത് വിട്ടുവീഴ്ച ചെയ്ത് അത് പോട്ടെ എന്നുള്ളവർക്ക് നന്നായിട്ടുണ്ടാവും. എന്നിട്ട്
കുറെ കാലം കഴിയുമ്പോ എന്തൊക്കെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോ ആ പണ്ടേത്തത് കുത്തിപ്പൊക്കുക, അതുണ്ടാവാൻ പാടില്ല എന്നാ വസ്ഫഹു എന്ന് പറഞ്ഞ വാക്ക് പ്രത്യേകം ആവർത്തിച്ചത് എന്നാ ഖുർആൻ വ്യാഖ്യാതാക്കൾ പറയുന്നത്. അപ്പൊ എത്ര വിശാലാണ് അള്ളാന്റെ ഖുർആനൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങളോട് അബദ്ധം ചെയ്ത് നിങ്ങളെ മനസ്സിൽ നിന്ന് മാറ്റി കളയണം. പിന്നീട് ഒരിക്കലും അത് കുത്തിപ്പൊക്കുന്ന രൂപത്തിലൊരു സമീപനം ഉണ്ടാവാൻ പാടില്ല. ഇത് ഭാര്യ ഭർത്താക്കന്മാർക്കും കുടുംബാംഗങ്ങൾക്കും മാതാപിതാക്കൾക്കും മക്കൾക്കും എല്ലാവർക്കും ബാധകമായ നിയമം. എന്നിട്ട് അള്ളാഹു അവിടെ ചോദിക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിനോടാണെങ്കിലും ഓരോ മുസ്ലിമിനോട് അള്ളാഹ് ചോദിക്കുന്നു. എന്നിട്ട് അള്ളാഹ് ചോദിക്കുക, അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? നമ്മളെ ഒരു വീഴ്ച വന്നാല്, ഒരു അബദ്ധം വന്നാല്, അത് എന്റെ എത്ര അബദ്ധം വന്നാ ഞാൻ ആരോടാണോ തെറ്റ് ചെയ്ത് ഓൻ എനിക്കത് വിട്ടുവീഴ്ച ചെയ്തെന്ന് ഞാൻ ആഗ്രഹിക്കും, അല്ലേ? നമ്മളൊക്കെ ആഗ്രഹിക്കും. നമ്മളൊരാളോട് തെറ്റ് ചെയ്താൽ ഓൻ അതിനോട് പൊറുക്കണം, വിട്ടുവീഴ്ച ചെയ്യണം നമ്മൾ ആഗ്രഹിക്കും. എന്നാല് നമ്മളോടൊരാൾ തെറ്റ് ചെയ്താല് അത് അങ്ങോട്ട് വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം നമ്മൾ ആഗ്രഹിക്കാത്തത് എന്താ? അത് അള്ളാഹ് ചോദിക്കുന്നത്. നിങ്ങൾ അള്ളാഹുവിനോട് ഒരുപാട് എതിര് പ്രവർത്തിച്ചിട്ടുണ്ട്, അതൊക്കെ അള്ളാഹ് നിങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്ത് തരണം നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അള്ളാഹ് നിങ്ങൾക്ക് പുറത്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? എങ്കിൽ നിങ്ങളോട് മറ്റുള്ളവർ ചെയ്ത അക്രമങ്ങള്, നിങ്ങളോട് ചെയ്ത ഉപദ്രവം ഒക്കെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കാൻ, പുറത്തു കൊടുക്കാൻ, പോട്ടെ എന്ന് വെക്കാൻ, മനസ്സിൽ നിന്ന് മായ്ച്ചു കളയാൻ നിങ്ങൾ തയ്യാറാവണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം, തീർച്ചയായും അള്ളാഹു അങ്ങേയറ്റം പൊറുക്കുന്നവനും കാരുണ്യവാനുമാകുന്നു. അപ്പൊ ആ വിശാലത, ഹൃദയ വിശാലത ഒക്കെ നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ ഉണ്ടാവണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. പൊതുവെ ഈ ഇങ്ങോട്ട് തെറ്റുകൾ, അക്രമം ചെയ്തുകൊണ്ടിരിക്കുന്ന, ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളോട് അങ്ങോട്ട് അവര് നന്മ ചെയ്തുകൊണ്ട് പ്രതികരിക്കണം എന്നാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അവര് ചെയ്യുന്നത് സഹിച്ചും ക്ഷമിച്ചും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് അങ്ങോട്ട് നന്മ ചെയ്യാം. ഇപ്പൊ ഖുർആൻ പറയാം, വലാ തസ്തവിൽ ഹസനതു വലസ്സയ്യിഅ, നന്മയും തിന്മയും സമമാവുകയില്ല. ഇദ്ഫഉ ബില്ലത്തി ഹിയ അഹ്സൻ, നിങ്ങളോട് ചെയ്യുന്ന തിന്മക്ക് നിങ്ങൾ നന്മ കൊണ്ട് പ്രതികാരം ചെയ്യുക. അപ്പൊ നിങ്ങളോട് ശത്രുത വെച്ച് പുലർത്തുന്ന ആളുകളും നിങ്ങളും തമ്മിൽ ഉറ്റ ചങ്ങാതിമാരെ പോലെ ആയിത്തീരുന്നതാണ് എന്ന്. അപ്പൊ ഇങ്ങോട്ട് അക്രമം ചെയ്യുന്ന ആളുകളോട് തത്തുല്യമായി പ്രതികരിക്കാതെ അങ്ങോട്ട് നന്മ ചെയ്തുകൊണ്ട് പ്രതികരിച്ചാൽ അവരുടെ മനസ്സിലുള്ള ശത്രുത ഇല്ലാതാക്കിക്കൊണ്ട് നിങ്ങളുടെ ഉറ്റ ചങ്ങാതിയാക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആൻ. എന്നിട്ട് അള്ളാഹ് പറഞ്ഞത് അങ്ങേയറ്റത്തെ ക്ഷമയും വിട്ടുവീഴ്ചയൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ അത് സാധിക്കുള്ളൂ. അള്ളാഹിന്റെ അടുക്കൽ വലിയ ഉന്നതമായ സ്ഥാനവും പദവിയൊക്കെ ഉള്ള ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റൂല. നമ്മുടെ ശക്തി ഉപയോഗിച്ച്, കരുത്തുപയോഗിച്ച്, അധികാരം ഉപയോഗിച്ച് നമ്മുടെ എതിരാളികളെ ഒതുക്കിയാൽ അവര് പിന്നീട് തൽക്കാലം അവർ ഒതുങ്ങി നിൽക്കും. എന്നാൽ അവര് പിന്നീട് ശക്തന്മാരാകുമ്പോ ആ പണ്ടത്തെ പ്രതികാരം അവർ പിന്നെയും വീട്ടും. നേരെ മറിച്ച് നമ്മൾ സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട് അങ്ങോട്ട് പ്രതികാരം വീട്ടി, നന്മ കൊണ്ട് അവരിങ്ങോട്ട് അക്രമം കാണിക്കുമ്പോഴും നന്മയുടെ മാർഗത്തിൽ അതിനെ പ്രതിരോധിച്ചുകൊണ്ട്, സ്നേഹം കൊണ്ട്, നന്മ കൊണ്ട് അതിനെ പ്രതിരോധിച്ചാൽ അവരുടെ മനസ്സിലുള്ള ശത്രുതയും എന്നൊന്നും ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കും. ഇതാ ഖുർആൻ പഠിപ്പിക്കുന്നത്. ലോകത്ത് കഴിഞ്ഞു പോയ പ്രവാചകന്മാരൊക്കെ ഈ ഒരു മാർഗം സ്വീകരിച്ച ആളുകളാണ്. അവര് പലരും ഇങ്ങോട്ട് അക്രമം കാണിക്കുന്ന ആളുകളോട് അങ്ങോട്ട് പ്രതികാരം ചെയ്യാൻ കഴിവും ശേഷിയും ഇല്ലാത്തപ്പോഴല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ഇങ്ങോട്ട് അക്രമം കാണിക്കുന്ന ആളുകളോട് തത്തുല്യമായോ അല്ലെങ്കിൽ അതിലിരട്ടിയായോ ശക്തിയായി തിരിച്ചടിക്കാൻ കഴിയുമെന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. ആ ഘട്ടത്തിൽ പോലും വിട്ടുവീഴ്ച ചെയ്യണം. നമ്മൾ കഴിവില്ലാത്തപ്പോഴല്ല വിട്ടുവീഴ്ച ചെയ്യേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ നമ്മളൊക്കെ ധാരാളമായി കേട്ടൊരു സംഭവമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ഉപദ്രവം സഹിക്കവയ്യാതെ ത്വായിഫിലേക്ക് യാത്ര ചെയ്തു. ത്വായിഫിലെത്തിയപ്പോ കുടുംബക്കാര് സംരക്ഷിക്കുമെന്ന് കരുതിക്കൊണ്ടാണ് റസൂലുള്ള ത്വായിഫിലേക്ക് പോയത്. പക്ഷെ അവരിലെ വിവരക്കെട്ട ആളുകളെയും കുട്ടികളെയും വിട്ടിട്ട് റസൂലുള്ളാഹിയെ ഉപദ്രവിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. കല്ലെറിഞ്ഞ് ഓടിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായത്. നമുക്കൊക്കെ അറിയാം ആ ചരിത്രം. അങ്ങനെ ത്വായിഫിലെ അദ്ദാസിന്റെ മുന്തിരിത്തോട്ടത്തിൽ അവിടെ ഇരിക്കുമ്പോ, ഉത്ബത്തിന്റെയും ശൈബത്തിന്റെയും മുന്തിരിത്തോട്ടത്തിൽ ഇരിക്കുമ്പോ
കാലിൽ നിന്ന് രക്തം വാർന്നുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ വന്നിട്ട് റസൂലെ, ഈ മല, മുമ്പിൽ കാണുന്ന ആ മല ഈ ജനതയുടെ മേലേക്ക് മറിച്ചിടണമെന്ന് താങ്കൾ കൽപ്പിച്ചാൽ അത് ചെയ്യാൻ ആവശ്യമായ സന്നാഹങ്ങളുമായി കൊണ്ട് മലക്കുകളെയുമായി കൊണ്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുമ്പോ റസൂല് പറയുന്ന മറുപടി എന്താ? അള്ളാഹുവേ, ഈ ജനതയ്ക്ക് പുറത്തു കൊടുക്കണം, അവർ അറിവില്ലായ്മ കൊണ്ട് ചെയ്യുന്നതാണ്. അപ്പൊ പ്രതികാരം ചെയ്യാൻ അങ്ങേയറ്റം അവരൊന്നടങ്കം നശിപ്പിക്കാനുള്ള ആ സമയം അവസരമുണ്ടായിട്ട് പോലും അത് ഉപയോഗപ്പെടുത്താതെ അവർക്ക് വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് പ്രവാചകന്മാരുടെ അടുക്കൽ കാണുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ നിരന്തരം കേൾക്കുന്ന ഒരു ചരിത്രമാണ്, ഇസ്ലാമിന്റെ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട ഒരു ചരിത്രമാണ് മക്ക വിജയത്തിന്റെ അവസരം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും 15,000-ഓളം സഹാബികളും വന്നിട്ട് മക്കയും കഅബയും വിജയിച്ചടക്കുന്ന ആ സമയത്ത് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് ആട്ടി പുറത്താക്കിയ ആളുകൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് കാർക്കിച്ചു തുപ്പിയ ആളുകൾ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിൽ മുണ്ടിട്ട് മുറുക്കിയ ആളുകൾ, പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ മണ്ണ് വാരി എറിഞ്ഞ ആളുകൾ, ഇവരൊക്കെ എങ്ങനെയുണ്ട്? മുമ്പിലുണ്ട്. അവര് പറഞ്ഞു, ഇന്ന് എല്ലാത്തിനും പ്രതികാരം ചെയ്യുന്ന ദിവസമായിരിക്കും, ഹാദാ യൗമുൽ മൽഹമ, ഇതൊരു വല്ലാത്ത രക്തച്ചൊരിച്ചിലിന്റെ ദിവസമായിരിക്കും എന്ന് പറഞ്ഞു. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പറഞ്ഞു, അവൻ പ്രതികാരം ചെയ്യാൻ കഴിവുള്ള ഒരവസ്ഥ, ആ അവസ്ഥയിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹാദാ യൗമുൽ മർഹമ, ഇന്ന് കാരുണ്യത്തിന്റെ ദിവസമാണ്, പ്രതികാരമില്ല. നിങ്ങൾ എല്ലാവരും പോയിക്കൊള്ളുക, നിങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്. ആ സമയത്താണ് മറ്റുള്ളവരൊക്കെ ഇസ്ലാം സ്വീകരിക്കാൻ മടിച്ചു നിന്ന ആളുകളൊക്കെ ഇസ്ലാമിലേക്ക് വന്നത്. ആ സമയത്ത് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ജീവിതത്തിൽ പ്രതികാരം ചെയ്യാൻ അവസരമുണ്ടാകുമ്പോ, ശക്തി ഉണ്ടാകുമ്പോ, അത് വ്യക്തികളോടായിരുന്നാലും ശരി, സമൂഹങ്ങളോടായിരുന്നാലും ശരി, ആ സമയത്ത് വിട്ടുവീഴ്ച ചെയ്യണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അങ്ങനെ വിട്ടുവീഴ്ച ചെയ്താൽ വ്യക്തി ജീവിതത്തിൽ, കുടുംബ ജീവിതത്തിൽ വിജയമുണ്ടാകും, സാമൂഹ്യ ജീവിതത്തിൽ വിജയമുണ്ടാകും, അതുപോലെ തന്നെ എല്ലാ രംഗത്തും സമാധാനം ഉണ്ടാവുകയും ചെയ്യും. ഇന്നിപ്പോ നോക്കൂ നിങ്ങൾ, ഇസ്ലാമിന്റെ എതിരാളികളായ ആളുകള് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തെക്കാൾ ശക്തമായി മുസ്ലിം സമുദായത്തെ എങ്ങനെയൊക്കെ ആക്രമിക്കാൻ പറ്റുമോ ആ നിലക്കൊക്കെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്തരത്തിലുള്ള അക്രമങ്ങളൊക്കെ നേരിട്ടപ്പോ അള്ളാഹു റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ കൽപ്പിച്ചത്? ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സ്വീകരിക്കുക, വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കുക, വഅ്മുറു ബിൽ ഉർഫി, നന്മ കൊണ്ട് കൽപ്പിക്കുക സമൂഹത്തോട്, വഅഅ്രിദ് അനിൽ ജാഹിലീൻ, അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയുക. അള്ളാഹുവിന്റെ കൽപ്പനയാണ്. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം ദീന് പ്രബോധനം ചെയ്യുന്ന പ്രവാചകന്മാരെ അങ്ങേയറ്റം ആക്രമിക്കുന്ന സമയത്ത്, ഉപദ്രവിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് ആ എതിരാളികളോട്, അക്രമികളോട് ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കണം, വഅ്മുറു ബിൽ ഉർഫി, അവരോട് നന്മ കൽപ്പിക്കണം, വഅഅ്രിദ് അനിൽ ജാഹിലീൻ, അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയണമെന്നാണ്. ഇങ്ങോട്ട് അങ്ങേയറ്റത്ത് അക്രമം ചെയ്യുന്ന സമയത്ത് ഇന്നിപ്പോ നിങ്ങൾക്കറിയാം, ഇന്നിപ്പോ കേരളത്തില് വലിയ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു നോക്കിയാൽ വലിയ ചർച്ചാ വിഷയം. എന്താ ചർച്ചാ വിഷയം? ലവ് ജിഹാദിലൂടെ ആളുകളെ മറ്റു മതസ്ഥരായ സ്ത്രീകളെ വശീകരിക്കുകയും അവരെ കൊല്ലുകയും ചെയ്യുന്നു. ഒരു വിവരം കെട്ട ഒരു ചങ്ങാതി, ഒരു മുസ്ലിം നാമധാരിയായ ഒരു ചങ്ങാതി ഏതോ ഒരു ഹിന്ദു സ്ത്രീയെ ആക്രമിച്ചു കൊന്നിരിക്കുന്നു, ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിച്ച് കൊന്നിരിക്കുന്നു. അതിന് കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ ശ്രദ്ധാഞ്ജലി എന്ന പേരിൽ കേരളത്തിന്റെ തെരുവോരങ്ങളിൽ മുഴുവൻ ചൂടുപിടിപ്പിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇസ്ലാമിന്റെ എതിരാളികളായിട്ടുള്ള ആളുകൾ. നോക്കൂ നിങ്ങൾ, ഇവിടെ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണ്? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു അന്യ പുരുഷനും ഒരു അന്യ സ്ത്രീയും ഒന്നിച്ച് ഒരു റൂമിൽ തനിച്ചാവാൻ പാടില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാ. ഇസ്ലാം എന്ന് പറയുന്ന അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് കീഴൊതുങ്ങിയവരാണ് മുസ്ലിം എന്ന് പറയുന്നത്. അറബി പേരിട്ടവരല്ല മുസ്ലിം, പേര് സ്വീകരിച്ചവരല്ല മുസ്ലിം എന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒരു വീട്ടിൽ ഒരു റൂമിൽ തനിച്ചാവാൻ പാടില്ല. ഒരു അന്യ സ്ത്രീയും ഒരു അന്യ പുരുഷനും ഒരു രാത്രിയും ഒരു പകലും ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പാടില്ല. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അതാണ്. ആ നിയമങ്ങൾ ഒന്നും പാലിക്കാതെ ഏതോ ഒരു മുസ്ലിം നാമധാരി ഏതോ ഒരു ഹൈന്ദവ സ്ത്രീയെ അടിച്ചു കൊന്നു. അത് കൊല്ലാനുണ്ടായ, ആ ലാപ്ടോപ്പ് കൊണ്ട് തലക്കടിക്കാനുണ്ടായ, പ്രകോപനത്തിനുണ്ടായ
കാരണം എന്താണ് അതാർക്കും അറിയില്ല. അതിന്റെ സാഹചര്യം എന്താണ് ആർക്കും അറിയില്ല. എന്നാൽ എല്ലാ മാധ്യമങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമുണ്ട്. അതെന്താ? അത് മതം മാറാൻ വേണ്ടിയാണ് കൊന്നിട്ടുള്ളത്, മതം മാറാൻ വേണ്ടിയാണ് തലക്കടിച്ചത്. അതെല്ലാവർക്കും അറിയാം. ഇതൊരു നിങ്ങളൊക്കെ വല്ലാത്തൊരു അപകടകരമായ ഒരു സാഹചര്യത്തിലേക്കാണ് കേരളീയ സമൂഹം പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഗവൺമെന്റ് ഒക്കെ മൗനത്തിലാണ് ഈ വിഷയത്തിൽ. ഇത്തരത്തിൽ വർഗീയത ചൂടുപിടിപ്പിക്കുമ്പോൾ ഞാനൊരിക്കൽ ഒരു ഹൈന്ദവ ഫാസിസ്റ്റ് സംഘടനയിലെ ഉത്തരവാദപ്പെട്ട ഒരാളുമായിട്ട് ഒരു ചർച്ച നടത്തുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഞങ്ങള് ഗുജറാത്ത് ഒന്നിച്ച് കത്തിച്ചത് ഞങ്ങൾക്ക് സംഭവിച്ച വലിയൊരു അബദ്ധമാണ്, അതിന്റെ കറ ഇന്ന് വരെ തീർന്നിട്ടില്ല. നേരെ മറിച്ച് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ പതുക്കെ പതുക്കെ വർഗീയത പിടിപ്പിച്ചെടുക്കണം, എന്നിട്ട് ഈ സമുദായത്തിനെതിരാക്കി തീർക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ ഈ സമുദായത്തെ മൂലക്കാക്കാൻ കഴിയുന്ന. സാധാരണയായിട്ട് നമ്മളൊരു ചെമ്പ് വെള്ളം ചൂടാക്കുമ്പോ ഒന്ന് ചാളി കത്തിച്ചാൽ ചിലപ്പോ ചെമ്പടക്കം കരിഞ്ഞു പോകല്ലോ, കത്തിപ്പോകുമല്ലോ. നേരെ മറിച്ച് ഓരോ കൊള്ളി ഇങ്ങനെ വിറക് വെച്ച് കൊടുത്താലോ അത് ആവശ്യത്തിന് തിളച്ചു കിട്ടുകയും ചെയ്യും. അങ്ങനെ തിളച്ചിരിക്കുന്ന പരിപാടിയാണ് ചെയ്യേണ്ടത്, ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടത് എന്നാണ്. അതാണ് ഇപ്പൊ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം സമുദായത്തെ വർഗീയവൽക്കരിച്ച് മുസ്ലിം സമുദായത്തോടുള്ള വെറുപ്പും ശത്രുതയും ഉണ്ടാക്കി ഈ സമുദായത്തെ എങ്ങനെയൊക്കെ അരിക്കാക്കാൻ സാധിക്കുമോ, ഈ സമുദായത്തെ മുഖ്യധാരയിൽ നിന്ന് എങ്ങനെയൊക്കെ അകറ്റാൻ സാധിക്കുമോ, അതിന് എന്തൊക്കെ വാർത്തകളും അവസരങ്ങൾ കിട്ടുമോ അതൊക്കെ ഉപയോഗപ്പെടുത്തണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഇവിടെ വിശുദ്ധ ഖുർആൻ കൽപ്പിച്ച ഖുദിൽ അഫ്വ, വിട്ടുവീഴ്ച സമീപനം സ്വീകരിക്കുക, വഅ്മുറു ബിൽ ഉർഫി, നന്മ കൽപ്പിക്കുക സമൂഹത്തോട്, വഅഅ്രിദ് അനിൽ ജാഹിലീൻ, അവിവേകികളിൽ നിന്ന് തിരിഞ്ഞു കളയുക. അപ്പൊ വിവേകത്തോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി സഹനത്തോടുകൂടി ഇത്തരം പ്രതിസന്ധികളെ അല്ലെങ്കിൽ ഇത്തരം നികൃഷ്ടമായ പ്രവർത്തനങ്ങളെ ഇസ്ലാമിന്റെ എതിരാളികൾ എക്കാലഘട്ടത്തിലും അവരുടെ കുബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിലുള്ള ദുഷ്ടപ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും. പക്ഷെ അതിനെ വിവേകത്തോടുകൂടി വിട്ടുവീഴ്ചയോടുകൂടി നേരിടുകയും അതിനെ അതിജയിക്കുകയും ചെയ്യേണ്ടത് വിശ്വാസികളുടെ ബാധ്യതയാണ്. അതുകൊണ്ട് പ്രവാചകന്മാർ കൽപ്പിച്ച രൂപത്തിൽ, പ്രവാചകന്മാർ മാതൃക കാണിച്ച രൂപത്തിൽ ഇത്തരം അതിക്രമങ്ങളെ, കുപ്രചരണങ്ങളെ നേരിടാൻ വിശ്വാസികൾക്ക് സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അള്ളാഹു പ്രവാചകന്മാരോട് കൽപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രവാചകന്മാർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക വിജയം മാതൃക കാണിച്ചതും ത്വായിഫിലെ ഉപദ്രവ സമയത്ത് മാതൃക കാണിച്ചതും ഒക്കെ ഇങ്ങോട്ട് അക്രമം നേരിടുമ്പോ, ഇങ്ങോട്ട് കുപ്രചരണങ്ങൾ പറഞ്ഞു പരത്തുമ്പോ അതിനൊക്കെ വിവേകത്തോടു കൂടി ഒരിക്കലും വികാരത്തിന് അടിമപ്പെടാതെ പതച്ചു പൊങ്ങാതെ വളരെ സംയമനത്തോടു കൂടി വിട്ടുവീഴ്ചയോടുകൂടി അത് നേരിടണം എന്നതാണ് അള്ളാഹുവിന്റെ കൽപ്പന. അതിലൊക്കെയും അള്ളാഹുവിന്റെ അതിമഹത്തായ യുക്തിയുണ്ട്. ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകുന്നതിലൊക്കെ അള്ളാഹുവിന് അതിമഹത്തായ യുക്തിയുണ്ട്. അത് ഖുർആൻ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല, സമയമില്ലാത്തത് കൊണ്ട്. ഏതായിരുന്നാലും വളരെ വിവേകത്തോടു കൂടി പോകണമെന്നും ഇതിനൊക്കെ നേരിടണമെന്നും വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിക്കുന്നു. ഒരിക്കൽ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഹ്കി നബിയ്യൻ മിനൽ അംബിയാഇ, പ്രവാചകന്മാരിൽപ്പെട്ട ഒരു പ്രവാചകന്റെ ചരിത്രം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിന്. എന്നിട്ട് ആ പ്രവാചകൻ എന്താ റസൂൽ പറഞ്ഞു കൊടുക്കുക, ലറബഹു ഖൗമുഹു, ആ പ്രവാചകന്റെ സമൂഹം അദ്ദേഹത്തെ അടിച്ചു, ഫഅദ്മഹു, അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് രക്തമൊലിക്കുന്നു, വഹുവ യംസഹു ദമ അൻ വജ്ഹിഹി, മുഖത്തിൽ നിന്ന് രക്തം തുടച്ചുകൊണ്ടിരിക്കുന്നു ആ പ്രവാചകൻ. എന്നിട്ട് ആ പ്രവാചകൻ ആ സമയത്തും ആ പ്രവാചകൻ പറയുന്നത് എന്താണ്, വയഖൂലു അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി ഫഇന്നഹും ലാ യഅലമൂൻ, അല്ലാഹുവേ ഈ ജനതക്ക് നീ പുറത്തു കൊടുക്കണമേ, അവർ അറിവില്ലാത്തവരാണ്. അപ്പൊ അള്ളാഹുവിനെ കുറിച്ചുള്ള അറിവില്ലാത്തവർ, പരലോകം യാഥാർത്ഥ്യമാണ് എന്ന അറിവില്ലാത്തവർ, അവരുടെ അവിവേകത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ദുഷ്ടപ്രവർത്തികൾ അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷേ വിശ്വാസികളായ നമ്മൾ അതിനനുസരിച്ച് തത്തുല്യമായി പ്രതിരോധിക്കാനും പാടില്ല. വിവേകം കൈവിടാതെ വിട്ടുവീഴ്ചയോടുകൂടി സഹനത്തോടുകൂടി ഇത്തരം പ്രശ്നങ്ങളൊക്കെ നേരിട്ടുകൊണ്ട് സമൂഹത്തിൽ മാന്യമായ നിലക്ക് നന്മ പ്രചരിപ്പിക്കുക, ദീനിനെ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക, ഇതൊക്കെയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത് എന്ന് അള്ളാഹു അവന്റെ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു. പ്രവാചകന്മാർ അവരുടെ ജീവചരിത്രത്തിലൂടെ നമുക്ക് മാതൃക കാണിക്കുന്നു. അങ്ങനെ ദീനിനെ യഥാവിധി മനസ്സിലാക്കി ശരിയായ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. സർവശക്തനായ നാഥൻ എന്നെയും നിങ്ങളെയും അതിന് അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്
വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ അശ്റഫിൽ മഖ്ലൂഖീന റഹ്മത്തൽ ലിൽ ആലമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വഅലാ ജമീഇൽ അംബിയാഇ വൽ മുർസലീൻ വത്താബിഈന ലഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ ഇത്തഖുല്ലാഹ യാ ഇബാദല്ലാഹ്. ആദരണീയരായ വിശ്വാസികൾ, ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളെ ജീവിതത്തിൽ പാലിക്കണമേ എന്നുണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവ ഗുണമായി വിശുദ്ധ ഖുർആൻ പ്രത്യേകമായി എടുത്തു പറഞ്ഞു, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൽ നിന്നുള്ള കാരുണ്യം കൊണ്ടാണ് താങ്കൾ അവരോട് വളരെ ലോലമായ സമീപനം, മൃദുവായ സമീപനം, വിട്ടുവീഴ്ചയുള്ള സമീപനം സ്വീകരിച്ചത്. വലവും കുന്ത ഫദ്ദൻ ഗലീദൽ ഖൽബി, താങ്കളെങ്ങാനും ഒരു പരുഷ ഹൃദയത്തിൽ, പരുക്കൻ ഹൃദയത്തിന്റെ വക്താവായിരുന്നുവെങ്കിൽ ലം ഫദ്ദു മിൻ ഹൗലിക, താങ്കളുടെ ചുറ്റും നിന്നും അവർ പിരിഞ്ഞു പോകുമായിരുന്നു. ഫഅഫു അൻഹും, അതുകൊണ്ട് അവരോട് വിട്ടുവീഴ്ച കാണിക്കുക. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി പാപമോചനം തേടുക. ഈ ആയത്ത് അവതരിക്കാനുള്ള ഒരു കാരണം, അള്ളാഹുവിന്റെ റസൂല് വിശ്വാസികളോട്, കൂടെയുള്ള ആളുകളോട് വളരെ മൃദുവായ സമീപനമായിരുന്നു സ്വീകരിച്ചിരുന്നത്. പരുക്കൻ സ്വഭാവം സ്വീകരിച്ചാൽ ആളുകൾ അവരിൽ നിന്ന് പിരിഞ്ഞു പോകും. ഇതൊരു പൊതുവായ ഒരു തത്വമാണ്. നമ്മളെ ഭാര്യ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ മൃദുവായ സമീപനവും സ്വഭാവവും നമ്മുടെ അടുക്കലുണ്ടാവണം. മാതാപിതാക്കൾ നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ, മാതാപിതാക്കളെ മക്കൾ ഇഷ്ടപ്പെടണമെങ്കിലും ഒക്കെ ഈ ഒരു സൗമ്യമായ പെരുമാറ്റവും സമീപനവും ഉണ്ടാകും. ഈ ആയത്ത് അവതരിക്കാനുള്ള കാരണം ഗുരുതരമായ ഒരു വീഴ്ച സഹാബത്തെടുത്ത് വന്ന സംഭവത്തിൽ നമുക്കറിയാം. ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്ത് 50ഓളം അമ്പെയ്ത്തുകാരെ ഉഹദ് മലയുടെ മുകളിൽ നിർത്തിയിരുന്നു. അവരോട് റസൂലുള്ളാഹി പറഞ്ഞിരുന്നു, ഞാൻ എപ്പോഴാണോ കൽപ്പിക്കുന്നത് ആ സമയത്ത് മാത്രമേ നിങ്ങൾ താഴോട്ട് ഇറങ്ങാൻ പാടുള്ളൂ എന്ന്. പക്ഷേ ഉഹദ് യുദ്ധം കൊടുമ്പിരിക്കൊണ്ട് ശത്രുക്കൾ പിന്തിരിഞ്ഞോടിയ ഘട്ടത്തിൽ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയില്ലാതെ അബദ്ധം സംഭവിച്ചതാണ്. അവര് ഇറങ്ങി വന്നു മലയുടെ മുകളിൽ. അപ്പോ എതിരാളികൾ മലയുടെ മറുവശത്തുകൂടി കയറിക്കൊണ്ട് മുസ്ലിം സമുദായത്തെ ആക്രമിച്ചു. വല്ലാത്ത പരീക്ഷണത്തിലായി മുസ്ലിം സമുദായം. അപ്പൊ റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു മറ്റം സഹാബത്ത് എതിര് പ്രവർത്തിച്ചു. പ്രവാചകന്റെ കൽപ്പനയ്ക്ക് എതിര് പ്രവർത്തിച്ച ഇതിനെ കുറിച്ച് ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് സ്വീകരിച്ച സമീപനത്തെ കുറിച്ചാണ്, അതിനെ പുകഴ്ത്തിക്കൊണ്ടാണ് ഈ ആയത്ത് അവതരിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മുടെ കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും എല്ലാം മറ്റുള്ളവര് വലിയ അബദ്ധങ്ങൾ ചെയ്യുമ്പോൾ പോലും വിട്ടുവീഴ്ചയുടെ സമീപനം സ്വീകരിക്കണം. എങ്കിൽ മാത്രമേ വ്യക്തി ജീവിതത്തിലും കുടുംബ ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും ഒക്കെ വിജയമുണ്ടാവുകയുള്ളൂ. ജനങ്ങൾ നമ്മിൽ നിന്ന് അകന്നു പോവാതിരിക്കണമെങ്കിൽ അത്തരത്തിലുള്ള സമീപനം, സൗമ്യമായ സമീപനം ജീവിതത്തിൽ ഉണ്ടാവണം എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പൊ നമ്മളെല്ലാവരും വിശ്വാസികൾ എന്നുള്ള നിലയ്ക്ക് സൗമ്യമായ സമീപനം സ്വീകരിക്കുന്ന ആളുകളാണെങ്കിൽ സന്തോഷകരമായ കുടുംബജീവിതം നയിക്കാൻ സാധിക്കും, വ്യക്തിബന്ധങ്ങൾ നന്നാക്കി തീർക്കാൻ സാധിക്കും, സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്നവനാവും. ആ നിലക്ക് അള്ളാഹുവിന്റെ അടുക്കൽ അത്യുന്നതമായ സ്ഥാനവും പദവിയും ഉണ്ടാകും. ആ നിലക്ക് ആ ഒരു നല്ല സ്വഭാവം ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു യഥാർത്ഥ മുസ്ലിമായി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകുമാറാവട്ടെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു വൃക്ക രോഗിയുടെ, അവിടെ വൃക്ക മാറ്റി വെക്കാൻ വേണ്ടിയുള്ള കിഡ്നി രോഗിയുടെ ചികിത്സക്ക് വേണ്ടി, കിഡ്നി മാറ്റി വെക്കാൻ വേണ്ടിയുള്ള ചികിത്സക്ക് വേണ്ടി ഇന്ന് പിരിവുണ്ടാകും എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ശ്രദ്ധപ്പെടുത്തുകയാണ്. എല്ലാവരും കഴിവിന്റെ പരമാവധി അതിലേക്ക് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കാം. അള്ളാഹു നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സംഭവിച്ചതായ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്ക് പുറത്തു തരുന്ന റഹ്മാൻ, കാരുണ്യവാനായ റബ്ബേ, അറിഞ്ഞും അറിയാതെയും ഞങ്ങൾ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങളോട് പൊറുക്കണ റഹ്മാനെ, ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പാപമോചനം നൽകണ റബ്ബേ. അള്ളാഹുവെ, ഞങ്ങളെ ഏവരെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റഹ്മാനെ, കാരുണ്യവാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോയ വിശ്വാസികളും വിശ്വാസിനികളുമായിട്ടുള്ള ആളുകൾ, അവരുടെ ബർസഖി ജീവിതം നീ സ്വർഗീയമാക്കി കൊടുക്കണ റഹ്മാനെ, അവരെയും ഞങ്ങളിൽ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടണ റബ്ബേ. അള്ളാഹുവെ, മാരകമായ രോഗം കൊണ്ട് പരീക്ഷിക്കപ്പെടുന്ന ഒരുപാട് സഹോദരന്മാർ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നാഥ, അവിടെയൊക്കെ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ ഒക്കെ രോഗത്തിന് നീ ശിഫ നൽകണ റഹ്മാനെ. അള്ളാഹുവെ, സാമ്പത്തികവും ജോലി സംബന്ധമായ പരീക്ഷണങ്ങൾ നേരിടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള നാഥ, എല്ലാ പരീക്ഷണങ്ങളെയും നീ നീക്കിത്തരണ റഹ്മാനെ. രണ്ട് ലോകത്തും ഞങ്ങൾക്ക് ഏവർക്കും നീ ജീവിത വിജയം നൽകണ റബ്ബേ. ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബത്തിലും സമ്പത്തിലും സന്താനങ്ങളിലും ഒക്കെ നീ റഹ്മത്തും ബർക്കത്തും ചെയ്യണ
ചെയ്യണം റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമ ഇന്നഹാ സാഅത്ത് മുസ്തഖറൻ വമുഖാമ. റബ്ബന ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയ്യുൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وعلى آله وصحبه وسلم.